നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് 2019 വെള്ളപ്പൊക്കമൊക്കെ അറിയാം. അതിനുശേഷം 2021 ഉണ്ടായി. അപ്പൊ നല്ല ശക്തമായ ഒരു മഴ പെയ്താൽ അന്നേരം തന്നെ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുക. എന്താണ്? വെള്ളപ്പൊക്ക ഭീഷണിയായി മാറുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രാവശ്യം ജൂൺ ജൂലൈ മാസത്തിൽ വലിയ മഴയില്ലായിരുന്നു. ഉണ്ടായിരുന്നു? സ്കൂളുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൂടുതലായിട്ട് അടച്ചിടപ്പെടുകയൊന്നും ഉണ്ടായില്ല. പക്ഷേ മഴ ഇപ്പൊ അങ്ങോട്ട് ജൂലൈ ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്ക് മഴ അങ്ങ് പെയ്തു. മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് പ്രതിസന്ധിയാകുകയും ചെയ്തു. വെള്ളപ്പൊക്കത്തിന്റെ വലിയ ഒരു ഭീഷണി നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുകയും ചെയ്തു. നീ എവിടെ നിൽക്കുക? എന്നൊരു മരക്കഴുതയാണ് കേട്ടോ. അപ്പം ഈ പറയുന്ന ഈ വെള്ളപ്പൊക്കത്തിന് കാരണം എന്താണ്? അന്നേരം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കേ. അപ്പൊ എന്റെ മൈൻഡ് എടാ ഇവിടെ നിക്കടാ, മനസ്സിലായോ? അപ്പം ഈ വെള്ളപ്പൊക്കത്തിന്റെ കാരണം എന്താണ്? ഇത് സർക്കാർ സ്പോൺസേഡ് എന്നൊക്കെ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു, ഓർക്കുന്നു? ഗുഡ് മോർണിംഗ്. അപ്പൊ ഈ സർക്കാർ സ്പോൺസേഡ് എന്നൊക്കെ പറയുന്നതിന്റെ കാരണം എന്താ? വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെടുവാണ്. ഈ ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ വരും. അപ്പൊ ഞാൻ നിങ്ങളോടും ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങളുടേതായ അഭിപ്രായങ്ങളും പറയാം. പക്ഷെ ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, എന്തുകൊണ്ട് ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണം, അതായത് പെട്ടെന്നാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതിന്റെ കാരണം കേരളത്തിൽ പണ്ട് ഇതിനേക്കാൾ മഴ പെയ്തിരുന്നു, ചിലപ്പോൾ ഉണ്ടാവാം. അപ്പം അതിന്റെ കാരണങ്ങൾ ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ തോടുകളിലൊന്നും വെള്ളം എന്ത് ചെയ്യുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. മതിയായ രീതിയിലുള്ള വെള്ളം ഉൾക്കൊള്ളുന്നില്ല. പണ്ട് തോടുകൾക്കും നദികൾക്കുമൊക്കെ ആഴമുണ്ടായിരുന്നു. അപ്പൊ ഈ മഴ പെയ്തു വരുന്ന വെള്ളം ചൂന്നും പറഞ്ഞങ്ങ് ഒഴുകിപ്പോവും. മനസ്സിലാവുന്നോ? ഇപ്പൊ പക്ഷെ അത് നടക്കുന്നില്ല. കാരണം നമ്മുടെ തോടുകളും നമ്മുടെ നദികളും ഒക്കെ ഇന്ന് നിറഞ്ഞു നിൽക്കുക. എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു? ചെളിയും മണ്ണും കയറി അങ്ങ് അടിഞ്ഞ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ നമ്മുടെ വീടുകളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കുടുംബം, മനസ്സിലാവുന്നു? പക്ഷെ നമ്മളിപ്പം വീട് വെച്ചിട്ട് 10-12 വർഷം ആവുന്നേ ഉള്ളൂ, 12 വർഷം ആയതേ അല്ലെ, 13 വർഷം അങ്ങാണ്ടായതേ ഉള്ളൂ. പക്ഷെ ഞാൻ താമസിച്ചിരുന്ന, നമ്മുടെ അപ്പച്ചനും അമ്മച്ചും താമസിച്ചിരുന്ന വീട്, അതെന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിലാണ്. എന്റെ കുട്ടിക്കാലം, ഇപ്പൊ 40-45 വർഷത്തിന് മുമ്പ് ഈ പാറയുടെ പൊടി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ എംസാൻഡ്, ബീസാൻഡ്, അതോടൊപ്പം തന്നെ മെറ്റല്, അതൊക്കെ ഉണ്ടാക്കുന്നില്ലേ? ഇതൊന്നും നമ്മുടെ ചിന്തയിലില്ല. മനസ്സിലാവുന്നോ? അന്ന് യഥാർത്ഥത്തിൽ കോൺക്രീറ്റും അല്ല വീടുകള്. എന്തുവാ? ഓല മേയുന്നു, അതോടൊപ്പം തന്നെ ഓട് മേയുന്നു, വെട്ടുകല്ലുകൾ എടുക്കുന്നു. മനസ്സിലായോ? അപ്പൊ ചുടുകെട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്, വെട്ടുകല്ല്, ഭൂമി കുഴിച്ച് കട്ടിയുള്ള കല്ല് വെട്ടിയെടുക്കും. പണ്ട് നമ്മുടെയൊക്കെ വീടിനുകളിൽ എല്ലായിടത്തും നമ്മുടെയൊക്കെ വീട്ടിൽ ആവശ്യമായ കല്ല് നമ്മൾ നോക്കി ഉറച്ച മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന സംസ്കാരം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ വീടിന്റെ മേല് അത് വെട്ടിയെടുക്കുന്നേ. അപ്പം അന്ന് സിമെന്റും ഈ മണലൂടെ വെച്ച് കല്ലിങ്ങനെ കെട്ടുന്നു, അതിന്റെ മുകളിൽ. അപ്പൊ അവിടെ ഒരു കോൺക്രീറ്റോ ഈ പാറപ്പൊടിയോ മെറ്റൽ ഇതെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നില്ല. പാറ നമുക്ക് വേണ്ടത് ബേസ്മെന്റിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ കാലം മാറി, കോറികൾക്ക് വളരെയേറെ പ്രാധാന്യം വർദ്ധിച്ചു, വലിയ കോറികൾ വരാൻ തുടങ്ങി. കോറികൾ വന്നപ്പോഴത്തേക്ക് കോറികളെ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. ദിവസം 10,000 ലോഡുകൾ പോകാൻ തുടങ്ങി. 300 ലോഡ് 400 ലോഡൊക്കെ പോന്നു. അപ്പം പാറകളുടെ വിലയും അത് കിട്ടായ്മയുടെ ഒക്കെ അങ്ങോട്ട് വിഷയം വന്നു. എല്ലാവരും പാറക്കോറി ഭൂമിയെ ഖനനം ചെയ്യുന്നവരായി മാറി. അപ്പോൾ പാറക്കോറി മുതലാളിമാർക്ക് വേണ്ടി, അതാണ് സർക്കാർ സ്പോൺസേഡ് എന്ന് പറയുന്നത്. പാറക്കോറി മുതലാളിമാർക്ക് വേണ്ടി ഈ മണൽ വാരൽ നിർത്തലാക്കി ക്രഷർ യൂണിറ്റുകൾ വന്നു. മനസ്സിലാവുന്നു? ഈ പാറയുടെ ഖനനം കൂടിയപ്പോഴത്തേക്ക് ഈ പാറ വെച്ചിട്ട് അടുത്ത ഓരോ ഉൽപ്പന്നങ്ങൾ കൂട്ടി, ഓട് കാണാതായി, ഓല മെയ്യുന്ന വീടുകൾ ഇല്ലാതായി. അത് കാലഘട്ടത്തിന്റെ വികസനത്തിന്റെ ഭാഗമാവാം. പക്ഷേ മണലിന്റെ യൂസേ അങ്ങ് മാറ്റി. അങ്ങനെ ആയപ്പോ ഈ ചെളിയും മണ്ണും കൂടി തോടുകളും നദികളും എല്ലാം എന്ത് ചെയ്ത് അടയാൻ തുടങ്ങി. മനസ്സിലായോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയത്. എന്തുകൊണ്ടാണ് വെള്ളപ്പൊക്കം വരുന്നതെന്ന് ഒരുവിധം ബുദ്ധിയുള്ള ചിന്തിക്കാൻ കാര്യം
ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്തരം പുഴകളും നദികളും ഡാമുകളും അടിഞ്ഞുകൂടി കിടക്കുന്ന മണലും മറ്റും നീക്കം ചെയ്ത് അത് പറയുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഹു ഈസ് ടെലിംഗ് ദിസ്? കൊട്ടാരക്കര ബ്ലോഗ് പറയുന്നു, ഈ മണ്ണും ചെളിയും ഒക്കെ എടുത്തു മാറ്റിയാൽ ഈ വെള്ളം ഒഴുകി പോകില്ലേ, അത് സംഭരിക്കുന്നതിന്റെ അളവ് കൂടില്ലേ, അങ്ങനെ നമുക്ക് ഇത്തരം എല്ലായിടത്തും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാതെ ഒഴുകി അത് നദികളിലേക്ക് പോകുന്ന ഇതുണ്ട്. 100% അത് ശരിയാണ്. ആ ഒരു പഠനം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ തണ്ണീർത്തടങ്ങളും നെൽപ്പാടങ്ങളും ഇഷ്ടംപോലുള്ള സ്ഥലമായിരുന്നു. ഈ നെൽപ്പാടങ്ങളെല്ലാം തന്നെ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി മണ്ണിട്ട് മൂടേണ്ടി വന്നു, തണ്ണീർത്തടങ്ങൾ മൂടേണ്ടി വന്നു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, തോടുകളും കനാലുകളും അടഞ്ഞുപോയി. മനസ്സിലാവുന്നോ? ഡെവലപ്മെന്റിന്റെ ഭാഗം പറഞ്ഞ് നദിയും തോടുകളും ഒക്കെ കൈവശപ്പെടുത്താൻ ആൾക്കാർ തുടങ്ങി. അപ്പം വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഗവൺമെന്റ്, അതിന് മുമ്പുള്ള ഗവൺമെന്റ് ഇങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. അതാണ് ഗവൺമെന്റ് സ്പോൺസേഡ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ഈ നയം മാറണം. ഇപ്പൊ ഈ ഗവൺമെന്റ് ഇപ്പൊ വന്ന നമ്മുടെ ഗവൺമെന്റ് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? മണൽ വാരി റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കണം. അല്ലാതെ ഒരു മാർഗവും ഇല്ല. നല്ല മണൽ കിടന്ന് നശിക്കുന്നു, വർഷങ്ങളായി നകന്നു. ഓക്കെ, റെജി കയം പറഞ്ഞതുപോലെ എന്താ റെയ്ജാൻ പറഞ്ഞതിന്റെ കൂട്ടും അതൊരു വളരെ ഇമ്പോർട്ടന്റാ. ഈ നദികളെല്ലാം മൂടപ്പെട്ടു പോകുമ്പോഴത്തേക്ക് ഈ നദിയിലൂടെ അല്ലേ വെള്ളം പോണ്ടേ? മനസ്സിലാവുന്നു? അതിലുപരി നിങ്ങളൊന്നാൽ ഈ തണ്ണീർത്തടം ഞാൻ പറഞ്ഞു, വയലിന്റെ പ്രശ്നവും ഞാൻ പറഞ്ഞു. അവിടെയൊക്കെ ഈ വെള്ളം, ഈ നെല്ലൊക്കെ ഉള്ളപ്പോ ആ നെല്ലുകള്, കരിമ്പീൻ കൃഷി, ഇതെല്ലാം എന്തോ പിടിച്ചെടുക്കുമായിരുന്നു. എന്തോ പിടിക്കും? വെള്ളം പിടിക്കും. ഇത് ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോ ഇതെല്ലാം ആര് പിടിക്കും? ഈ അങ്ങനെ നമ്മുടെ ആ ഓരോ വയലുകളിലും വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. മനസ്സിലാവുന്നോ? ഈ വെള്ളം എല്ലാം ഇപ്പൊ എന്ത് ചെയ്യുക? അവിടെ എല്ലാം പട്ടണങ്ങളായി മാറി, അവിടെ എല്ലാം ബിൽഡിങ്ങുകളായി മാറിയത് കൊണ്ട് ഇതെല്ലാം ഒഴുകി പോവുക. അതിലെല്ലാം ഉപരി കണ്ടോ, നമ്മുടെ ജേക്കപ്പച്ചാന്റെ വീടിന്റെ അടുത്തെത്തി. ഒരു കാര്യം കാണിക്കാം. എന്താ പറ്റി? എല്ലാം മതില. മനസ്സിലാവുന്നു? പിന്നെ ജേക്കപ്പച്ചാനോട് വസ്തു ഉണ്ടായതുകൊണ്ട് അതങ്ങ് ഒഴുകി പൊയ്ക്കോളൂ. അപ്പൊ ഇതെല്ലാം ജേക്കപ്പച്ച അച്ഛന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, മഴ വെള്ളം എങ്ങനെ സംഭരിക്കാന്നൊക്കെ. കണ്ടു അവള് വീട്ടില്. ബിവിനെ എന്താ ഉണ്ടാ? പ്രൈസ് ദി ലോർഡ്. ലൈവാ. എന്ന് വന്നടാ? കഴിഞ്ഞ ശനിയാഴ്ച. നീ എന്നിട്ട് ഞങ്ങളൊന്നും കാണത്തില്ലല്ലോ. ആണ്. എന്താ ഉണ്ടോ മോനെ? സുഖമായിട്ടിരിക്കുന്നു. ഹായ്, താങ്ക് യു. എന്താ അറിയോ? പിന്നെ അറിയില്ല, കുഞ്ഞായിരുന്നു. ഓക്കെ മോനെ, പോയിട്ട് കാണാം കേട്ടോ. ഹായ് ബിവിൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ അംഗമാ ബിവിൻ. ഓക്കെ, അപ്പൊ പറയുന്ന കേക്ക്. അപ്പൊ എന്ത് ചെയ്തു? ഇതാണ് എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടൊരു പയ്യനാ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്തായിരുന്നു? ഈ നദിയും തോടും ഒക്കെ എന്ത് ചെയ്തു? വെള്ളത്തിൽ ഇങ്ങനെ മണ്ണ് മൂടപ്പെട്ടു പോകുമ്പോ ഇതിങ്ങനെ എന്ത് ചെയ്യുന്നു? യെസ്. അപ്പം സമതലം പോലെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോവുക. അപ്പൊ നമ്മുടെ എല്ലാം ഈ വീടുകൾ ഞാൻ ഈ പറഞ്ഞതിലോട്ട് കോൺക്രീറ്റ് തറകളായി വീടിന്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം സ്കാറ്റേഡ് ചെയ്തല്ല വരുന്നത്, പർട്ടിക്കുലർ സ്ഥലത്തൂടെ വരുന്നു. കോൺക്രീറ്റ് ആയതുകൊണ്ട് അതെല്ലാം പൈപ്പിൽ കൂടെ വന്ന് ഇവിടെ അടിയുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്തൂടെ വെള്ളം എല്ലാരും വീട്ടിൽ കൂടെ വിടുന്നത് പുറത്തോട്ട്. ആണോ? ഭൂമിയിൽ എല്ലായിടത്തും എന്ത് ചെയ്യുന്നില്ല? ഈ വെള്ളം താഴുന്നില്ല, കോൺക്രീറ്റ് അല്ല. മനസ്സിലാവുന്നു? അപ്പൊ ഈ വെള്ളം ഇതിലേക്കൂടെ ഒഴുകി എല്ലാരും ഇവിടെ റോഡിലോട്ടാ തള്ളുന്നത്. അപ്പൊ റോഡിന്റെ 4 സൈഡും മതിലായതുകൊണ്ട് റോഡ് ഈ വെള്ളം എല്ലാം കൂടെ അടിച്ചുകൊണ്ട് എവിടെ കൊണ്ട് കൊടുക്കും? താഴ്ന്ന പ്രദേശത്തേക്ക് കൊടുക്കും. ഈ താഴ്ന്ന പ്രദേശം ആ ജംഗ്ഷനിൽ എവിടെയൊക്കെ താഴ്ചയുണ്ടോ അവിടെ എല്ലാം ഈ വെള്ളം കയറും. അങ്ങനെ അവിടെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പം തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയ്ക്ക് പപ്പയ്ക്ക് ഇന്നലെ സംഭവിച്ചേ, ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ആ പാണ്ടനോട് അവിടെ എല്ലാം സമതല പ്രദേശങ്ങളാ. കാരണം എന്ന് പറഞ്ഞാൽ പൊക്കമില്ല, കുന്നുകളില്ല. അപ്പൊ ആ വെള്ളം എല്ലാം എവിടത്തേക്കാണ് ഒഴുകി പോകുന്നത്? താഴ്ചയിലേക്ക് ഒഴുകി പോവുക. ഒഴുകിപ്പോയിട്ട് ഈ മെയിൻ റോഡ് പണിതേക്കുന്ന സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഇതങ്ങ് സമതലമാകുക. പ്ലെയിൻ സ്ഥലമായി മാറുക. മനസ്സിലാവുന്നു? അങ്ങനെ പ്ലെയിൻ സ്ഥലമായി മാറുമ്പോഴത്തേക്ക് അവിടെ എല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത കൂടി
അതുകൊണ്ട് ഇത് ഗവൺമെന്റ് സ്പോൺസേഡ് ആണെന്ന് പറയാൻ കാരണം പപ്പ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, തണ്ണീർത്തട സംരക്ഷണ നിയമം പൊളിച്ചു കളഞ്ഞു, വയലുകൾ ഇല്ലാതായി, നഗരവൽക്കരണം കൂടി, 3 ഡാമുകളുടെ സംഭരണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ നദികൾ കരകവിഞ്ഞൊഴുകുന്നത്, കനാലുകളും തോടുകളും ഒക്കെ കയ്യേറ്റം നടക്കുന്നത്, അതിലുപരി വേറെ എന്ത് വരുന്നത്, ഈ തോടുകളിൽ നിന്നും മണൽ വാരാത്തത്, ഏനാത്താറും എന്നൊക്കെ പറഞ്ഞ് എല്ലാ ആറുകളും ചെളിയും മണലും വെച്ചങ്ങ് പറഞ്ഞു. അപ്പൊ ഈ വരുന്ന വെള്ളം ഇതിന്റെ ഉപരിതലത്തിലൂടെ പോന്നേ. അപ്പൊ യഥാർത്ഥത്തിൽ തോടില്ല, വെള്ളം പോകുന്നതിനുള്ള ഗൈഡ് ചെയ്യാനുള്ള എന്തോ ഇല്ല, ചിലന്തിയാന്ന്. അന്നേരം എന്തില്ല, ഈ താഴ്ചയുള്ള സ്ഥലമില്ല, വെള്ളം ഒഴുകി അങ്ങ് പോണ്ടേ. അപ്പം വെള്ളം സ്കാറ്റേഡ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോകും. അങ്ങനെ വരുന്ന വെള്ളം എല്ലാം പിന്നെ ആകപ്പാടെ ഉള്ള വലിയ നദികളുടെ ഇടയിലായിരിക്കും. ഇപ്പൊ കോഴഞ്ചേരി കൂടെ വന്നു കഴിഞ്ഞാൽ ഏത് നദിയാ? പമ്പയാറിന്റെ അവിടെ വരുന്നത്. പമ്പയാറിനകത്തോട്ട് വന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് വെള്ളം എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തോട്ട് പോവാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങ് പൊങ്ങും. വെള്ളം പൊങ്ങി അതിശക്തമായി നേരം വെളുക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം എല്ലാം കൂടെ വീടുകളിലേക്ക് ഇരച്ചു കയറി ഭയങ്കരമായ വെള്ളപ്പൊക്കത്തിന് കാരണമായി മാറും. വെള്ളപ്പൊക്കത്തിലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പോണ്ടാന്ന് വിചാരിച്ചോണ്ടായിരിക്കും ഒരു ബുദ്ധിമുട്ട്. നമ്മൾ ഇവിടെ എല്ലാം വെള്ളം വന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ അസറ്റ് എത്രയോ പേര് കഷ്ടപ്പെട്ട് എത്രയോ നാളുകളോട് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല. ഇതിന് ഗവൺമെന്റിന് വ്യക്തമായ പ്ലാൻ. ഒന്ന്, ഗവൺമെന്റ് ദീർഘകാല മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഡ്രെയിനേജുകൾ സിസ്റ്റം നന്നാക്കണം. അതിലൂടെ ഒഴുകി പോകുന്നത് എല്ലാം വേസ്റ്റുകളാ. എവിടെങ്കിലും ചെന്നങ്ങ് അടിയുക, അടിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെന്ത് ചെയ്യും? വേസ്റ്റ് അടിഞ്ഞിടം തൊട്ട് വെള്ളം പൊങ്ങാൻ തുടങ്ങുക. ഐഡിയ കിട്ടുന്നോ? അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് മാറിയത്. പഴയ കാലഘട്ടത്തിൽ നിന്ന് വെള്ളപ്പൊക്കത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയോ? അമിതമായ നഗരവൽക്കരണം ഒരു പ്രശ്നമാണെന്ന് പപ്പ പറഞ്ഞു. ഈ നഗരവൽക്കരണം വേണ്ടേ? ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നദികളുടെയും തോടുകളുടെയും സിസ്റ്റമാറ്റിക്കായിട്ട് ആഴം കൂട്ടുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണൽ വാരൽ. അത് കൊണ്ടുവരിക. ഗവൺമെന്റ് സ്വന്തക്കാർക്ക് വേണ്ടി പാറക്കോറികൾ ഖനനം നടത്താനും പാറപ്പൊടി എടുക്കാനും ഹെംസാൻഡ് എടുക്കാനും പീസാൻഡ് എടുക്കാൻ അതിനെ ശുദ്ധീകരിച്ച് അതിന്റെ, അതായത് ഒരു പാറ പൊട്ടിച്ചാൽ ഒന്നും വേസ്റ്റ് ആകരുത്. മനസ്സിലാവുന്നു? നല്ല മണൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന ഗവൺമെന്റിന്റെ ഈ നടപടിക്ക് ഗവൺമെന്റ് സ്വീകാര്യമായ രീതിയിലേക്ക് പ്രധാനപ്പെട്ട രീതിയിൽ നല്ല മഴ ഡ്രെയിനേജുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തണം. നദി, തോട്, കനാല ഇവയുമായി ബന്ധപ്പെട്ട് ആഴം കൂട്ടണം. പപ്പ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മനസ്സിലാവുന്നു? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നോ? അതായത് തണ്ണീർത്തടം, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ആധുനിക, മനസ്സിലായോ, ആധുനിക രീതിയിലുള്ള സെറ്റപ്പിൽ മഴ മുന്നറിയിപ്പൊക്കെ കൃത്യമായി കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനി എന്റെ കുഞ്ഞുങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യൂ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ സ്പോൺസേർഡ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു. മഴ കൂടുന്ന മഴയുടെ പിന്നെ വേറെ കാര്യമുണ്ട്. 1 സെക്കൻഡിൽ പെയ്യുന്ന ഇത്ര സെന്റിമീറ്റർ മഴ അങ്ങ് പെയ്യുവോ? മനസ്സിലായോ? അങ്ങനെയുള്ളൊരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഇനി ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞു. ഞാൻ പിടിച്ചുതരാം. മോള് പറഞ്ഞു. എന്ത് മോനെ? കുഞ്ഞിന്റെ 2018 പ്രളയം കാണാൻ പറ്റിയത് 2026 പ്രളയം ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. വെള്ളം കാണാൻ കാര്യമായിട്ട് പറ, തമാശ പറയാതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചാണ് ഇത് ഫോണോ കൂടെ ഓണാക്ക് കുഞ്ഞിഞ്ഞോ ഞാൻ കൂട്ടുമ്പോ പറഞ്ഞോ. ഞാൻ വിചാരിച്ചാണ് ജൂൺ ജൂലൈ സാധനം നമ്മളെപ്പോഴും മഴ. കഴിഞ്ഞ പ്രാവശ്യം അതെന്തൊരു മഴയെന്ന് പറഞ്ഞാൽ മൺസൂൺ. അതെ, മൺസൂൺ റേഞ്ച് ആണ്. കാരണം സൗത്ത് വെസ്റ്റ് മൺസൂൺ റേഞ്ച് വരുന്ന സമയമാണത്. അപ്പൊ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ജൂൺ ജൂലൈ ചിലപ്പോൾ ക്ലാസ് കഴിയുന്നതാണ്. പക്ഷെ ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയപ്പോഴത്തേക്ക് ഇത്രയും ജൂലൈ എൻഡ് ആയപ്പോഴത്തേക്ക് ഇത്രയും ശക്തമായ മഴയും ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള പ്രളയങ്ങളൊക്കെ ഉണ്ടാകും. പഴയ വെള്ളപ്പൊക്കം വന്നത് ഓഗസ്റ്റിലാ. അതെ, എന്റെ പിറന്നാളിന് എപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കും. അത് സാരമില്ല. അപ്പൊ അതൊരു രീതിയിൽ എനിക്ക് ഒരു പുതുമയായിട്ട് തോന്നിയിരുന്നു. പക്ഷെ അതിന് രീതിയിലുള്ള പല പ്രിപ്പറേഷൻസും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അത് ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമാണ്. കൂടെ പിടിച്ചു, മനസ്സിലായ? അത് നമുക്ക് എക്സ്പെക്ട് ചെയ്തോണം, ഗവൺമെന്റും ജനങ്ങളും. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവും. അരുൺ ചെറിയാൻ പൂച്ചക്കുഴി, അൻവർ സുൽഫിക്കർ, മനോജ് മോഹൻ, കൊട്ടാരക്കര ബ്ലോഗ്, ബിൻസി സാംസൺ, എല്ലാവർക്കും നല്ല പ്രഭാതം നേരുക. പറഞ്ഞു, ബാക്കി പറഞ്ഞു. അപ്പൊ അതിനെതിരെയുള്ള നമുക്ക് ഓരോ രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ഈ സോയിൽ മൈനിങ് തന്നെയാണ്. അതായത് നമ്മളിപ്പോ വെരി ഗുഡ് പോയിന്റ്, ഐ ഫോർഗെറ്റ് ദാറ്റ്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള രീതികളിൽ ഒന്ന് നമുക്ക്
അപ്പോ കുളങ്ങളായിക്കോട്ടെ, വെള്ളം കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളിപ്പോ മണ്ണ് മൂടി കിടക്കുമ്പോ, പക്ഷെ ഇത്തരത്തിലുള്ള തോടുകളിലൊക്കെ നമുക്ക് ഈ മണ്ണ് കൂടി കിടക്കുന്നതിനെ, ചെളി കൂടി കിടക്കുന്നതിനൊക്കെ മാറ്റിയിട്ട് അത് വിറ്റിട്ട് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള രീതി ഇത്തിരി അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളെ മാറ്റി കളയാനായിട്ട് അങ്ങനെ തുടങ്ങി ആഴം നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. തുടങ്ങി ഈ വെള്ളം തുടർന്ന് നമ്മൾ പഠിക്കുന്നത് തന്നെ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള വെള്ളം സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പല രീതികളിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ പറഞ്ഞു അത്തരത്തിൽ ഇത്തരത്തിൽ ഉത്തരത്തിൽ ചത്തിരിക്കും. ആ രീതിയിൽ നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ വെള്ളം മോന്റെ പ്രസംഗത്തിലെ മോൻ ഏത് സംസ്ഥാന പ്രസംഗം നടത്തിയാലും അത്തരത്തിൽ ഇത്തരത്തിൽ ഉത്തരത്തിൽ ചത്തിരിക്കും ഇങ്ങനെ പറയും. പറഞ്ഞു നീ ആ കൂട്ടം പറയടാ. ഇപ്പോഴും നമ്മൾ കാണുന്നത് 2018 ഇവിടെ നമ്മുടെ കേരളം മൊത്തത്തിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയി. പക്ഷെ 2018 പ്രധാനമായിട്ടും കേരളത്തിന്റെ ഒരു ജിയോഗ്രഫിക്കൽ സ്കെച്ച് വെച്ച് നോക്കുവാണെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് ആയിക്കോട്ടെ പല രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് ഉള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ഈ പ്ലേറ്റ്യൂസ് എന്നൊക്കെ അപ്പം അങ്ങനെയുള്ള ഈ ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ളൊരു മഴ ഉറപ്പായും അതൊരു ഭീതി തന്നെ ഉണ്ടാക്കുന്നതാണ്. തുടർന്ന് ഇത് കടലിലേക്ക് ഒഴുകി പോകേണ്ട വെള്ളങ്ങളാണ്. പക്ഷെ ഇന്ന് ഇതെല്ലായിടത്തും ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഇന്ന് കോൺക്രീറ്റ് പോലുള്ള നമുക്ക് നമ്മളിപ്പോ ജോഗ്രഫിയിൽ പഠിക്കുവാണെങ്കിൽ നമ്മുടെ ഈ തറയിൽ നിന്നൊരു വാട്ടർ ടേബിൾ ഉണ്ട്. അതായത് ഇപ്പൊ ഈ വെള്ളമെല്ലാം ഇങ്ങനെ വരുമ്പോഴും ഇത് ഈ തറകളിലൂടെ പോകുമ്പോൾ മണ്ണിൽ കൂടുന്ന അടിയിലേക്ക് ഈ വെള്ളം സംഭരിക്കപ്പെടുകയാണ്. എന്നാൽ ഇപ്പോൾ കോൺക്രീറ്റ് വന്നതോടുകൂടെ തന്നെ ഈ വെള്ളം മറ്റൊരിടത്തേക്ക് ഒഴുകി പോവുകയും തുടർന്ന് ഈ വെള്ളം എല്ലാം കൂടെ കൂടിയിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് മാത്രം ഒതുങ്ങുകയും ചെയ്യുന്നു. അതാണ് ഈ താഴ്ന്ന പ്രദേശങ്ങൾ. അതുകൊണ്ടാണ് ഈ ഫ്ലഡ് ഒക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര വലുതായിട്ടുണ്ടാകാനായിട്ട് കാരണമാണ്. അപ്പൊ ഇതിനെതിരെ നമുക്ക് കുറേ കൂടെ അഡ്വാൻസ്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഒരു നമുക്ക് കുറെ അഡ്വാൻസ്മെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെയുള്ള അഡ്വാൻസ്മെന്റ്സ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ. എനിക്കിതേവരെ പറഞ്ഞതുപോലെ തന്നെ ഈ കോൺക്രീറ്റ് നമ്മുടെ പണ്ടത്തെ വീടുകളൊക്കെ ആണെങ്കിൽ കോൺക്രീറ്റ് അങ്ങനെയൊന്നും ഇല്ലാതാണല്ലോ നിങ്ങൾ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ വെള്ളം ഒഴുകിപ്പോകാൻ ഇടങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ എല്ലായിടവും മണ്ണിട്ട് മൂടി വലിയ വലിയ ബിൽഡിങ്സും ഒക്കെ വന്നപ്പോ നമ്മുടെ എല്ലായിടവും വെള്ളത്തിന് ഒഴുകിപ്പോവാൻ പറ്റാത്ത രീതിയിൽ മാറി. അപ്പോ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ നമ്മൾ അടുത്തിടയ്ക്ക് കണ്ടതുപോലെ നമ്മുടെ ഇപ്പൊ 12 ജില്ലകൾക്കും അവധിയായി. നമുക്ക് മാത്രമാണ് എല്ലാവരും അതാണ് പറയുന്നത്. ഒരു വിഷയത്തെ പറ്റി പറയുവാണ്. 12 ജില്ലകളിൽ മാത്രമേ അവധിയുള്ളൂ. 13ാമത്തെ ജില്ല ഞങ്ങൾക്ക് അവധിയില്ല. പറ. അപ്പോ എല്ലാരും നമ്മുടെ ഗവൺമെന്റ് അതിനെ ഇത് നിർത്താനും ഇതിനെതിരെയുള്ള കുറെ നമ്മളിപ്പോ പറയുമ്പോ നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും അങ്ങ് പറയുന്ന പോലെ പറയരുത്. ഒരു കാര്യം പറയുമ്പം അതിലായിരിക്കണം മനസ്സ്. നമ്മളിപ്പം പറഞ്ഞ ഗവൺമെന്റ് എന്ത് പറഞ്ഞ് അങ്ങനെയല്ലെന്ന് നമ്മൾ പറയാനുള്ള ഡിസിഷൻസ് നമ്മൾ പറയണം. നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മണൽവാരൽ കൃഷി നിർത്തലാക്കിയത് വലുതായി എന്ത് ചെയ്തു, തോടുകളെല്ലാം മണ്ണും വീടും മൂടപ്പെട്ടു പോയി. അവിടെ ചെളിയും മണ്ണും കയറി അടഞ്ഞിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും വെള്ളം അവിടെ നിൽക്കാതെ ഒഴുകി പോകേണ്ട സ്ഥലം. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. വെള്ളം ഒഴുകി അങ്ങ് തോടുകളിലേക്ക് പോയേനെ, നദികളിലേക്ക് പോയേനെ. മനസ്സിലായോ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങ് പോയേനെ. അപ്പൊ എന്ത് ചെയ്ത് നദികൾ എല്ലാം എന്ത് ചെയ്ത് മണ്ണും മണലും കയറി മൂടപ്പെട്ടു പോയി. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞ ഇവിടെ എവിടെങ്കിലും വെള്ളം താഴാനുള്ള സാധ്യതയുണ്ടോ? എങ്ങും വെള്ളം താഴാനുള്ള പ്രാർത്ഥിച്ചിട്ട് പോവാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേരോട് പെട്ടെന്നോ. അപ്പം വെള്ളം കയറാനുള്ള സാധ്യത എന്നാ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ചെറിയ സ്ഥലത്ത് പോലും എന്താണ് എല്ലാം മതിൽ കെട്ടപ്പെട്ടിരിക്കുക. അപ്പം ഈ മതിൽ കെട്ടപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ വെള്ളം എവിടെ തന്നെ കിടക്കും? ഇവിടെ കിടന്നിട്ട് ഈ വെള്ളം ഇച്ചിരൂടെ കൂടുതലാകുമ്പോഴത്തേക്ക് ഇത് ഒഴുകി തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടവും ഇതുപോലെ കെട്ടിയിട്ടേക്കും. അവിടുന്ന് താഴ്ച എങ്ങോട്ടുണ്ടോ അങ്ങോട്ട് പോയി വെള്ളം ഒരു പരന്ന പ്രതലം മൊത്തം മുങ്ങി മേലോട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ ആൾക്കാർ താമസിക്കുന്നത് അത്തരത്തിലുള്ള സ്ഥലത്താണെന്ന് ആലോചിക്കണം. അപ്പം അതാണ് യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിന്റെ വലിയ കാര്യമായി മാറുന്നത്. ഇത് സർക്കാർ സ്പോൺസേഡ് ആണെന്ന് കഴിഞ്ഞ വർഷം വലിയ ആക്ഷേപത്തിന് കാരണമായത്. ഗവൺമെന്റ് പഠിക്കേണ്ടതായ ഒരു വിഷയമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെന്റ് ആയാലും. അതായത് തണ്ണീർത്തട സംരക്ഷണവും വയലുകളുടെ സംരക്ഷണവും ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. കേരളത്തിൽ ഇനി ഇത് മാറത്തില്ല. കേരളത്തിൽ നിന്ന് മാത്രമല്ല,
നമ്മൾ ഒരു കാലഘട്ടത്തിൽ സ്വൈര്യമായി വെള്ളം പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ എല്ലാം ഈ വെള്ളത്തിന്റെ ഒഴുക്കിനെ മർദ്ദിക്കുക. അപ്പം ഒരു ഫോഴ്സ്ഫുള്ളി ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു. അത് വന്നൊരു പ്രതലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതങ്ങ് വെള്ളപ്പൊക്കമായി മാറുകയാണ്. അപ്പോൾ മനുഷ്യന്റെ മതിലുകെട്ട് അന്നേരം പറയും നഗരവൽക്കരണം വേണ്ടേന്ന് ചോദിച്ചാൽ വേണം. പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? ചെറിയ മഴയിലും പ്രതിസന്ധി ഉണ്ടാകുന്നു. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മഴയെന്ന് പറഞ്ഞ് ശക്തമായ മഴ പെയ്ത് ആ സമയത്ത് ഉണ്ടാകുന്നു. അവര് അങ്ങനെ അത് എക്സ്പെക്റ്റഡ് ആണ്, അവരുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാകും. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് എടുത്ത നഗരങ്ങൾ, കാസർഗോഡ് തൊട്ട് ഇവിടം വരെ എടുത്ത മതിലുകളുടെ എണ്ണവും വളരെയേറെ വർദ്ധിച്ചു. നഗരവൽക്കരണം വളരെ ശക്തമായി മാറി. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ആ വെള്ളം കയറി ഇനി പോരും. അപ്പൊ നമുക്കിനി ഇത് ഞാൻ എന്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലം കാണിച്ചു. ഇത് കണ്ടോ, ഇവിടെ മതിലില്ലാത്തൊരു സ്ഥലം, മനസ്സിലായി? ഈ അന്നേരം സാങ്കുട്ടിച്ചാനും വെള്ളം വിടുന്ന കണ്ടോ, ആ പൈപ്പിൽ കൂടെ റോഡിലോട്ടാണ്. ഇവിടുന്ന് വരുന്നതും പൈപ്പിൽ കൂടെ റോഡിലോട്ടാണ്. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വരുന്ന റോഡിലോട്ടുണ്ട്. അങ്ങനെ എല്ലാ വെള്ളവും കൂടി വന്ന് ഇപ്പൊ ആ പൈപ്പ് സ്ഥലത്ത് നിന്ന് താഴോട്ടങ്ങ് പോകും. താഴോട്ട് പോകുമ്പോൾ ഈ വെള്ളം എങ്ങോട്ട് പോകുന്നു? നേരെ നമ്മുടെ പുലമൺ തോടിന്റെ അടുത്തേക്ക് പോകും. പുലമൺ തോടിന്റെ അടുത്ത് പോകുമ്പോൾ പുലമൺ തോട് നിറഞ്ഞു കവിഞ്ഞാ പോകുന്നത്. അപ്പൊ ഈ വെള്ളം പുലമൺ തോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യും? പ്രധാനപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലം നമ്മുടെ മെയിൻ റോഡ്, അപ്പുറത്തെ ഹൈവേ പോകുന്ന സ്ഥലമാണ്. അപ്പൊ ഹൈവേ സ്ഥലത്തേക്ക് ഈ വെള്ളം വ്യാപിച്ചു വരുമ്പോൾ അവിടെ ബ്ലോക്കായി മാറും. അവിടെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഇത് നല്ല ഉയരത്തിലാണ് ഞങ്ങളുടെ ഈ സ്ഥലം. ഇവിടുന്ന് എത്ര താഴ്ചയിലാണ് അപ്പുറത്തെ സ്ഥലം. പക്ഷെ ഇവിടെ എല്ലാമുള്ള വെള്ളം, ഒരു വീട്ടിൽ നിന്നില്ലാത്ത എല്ലാ വെള്ളവും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതാണ് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് സ്പോൺസേഡ് എന്നല്ല, മനുഷ്യനിർമ്മിതമായ എന്നേ പറയാൻ പറ്റും. ഇപ്പൊ ഇവിടെ മതില് കെട്ടാതിരുന്നാൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു? ഈ മതില് കെട്ടിക്കഴിഞ്ഞ് സിമെന്റ് ഇട്ട്, നമ്മുടെ എല്ലാ വീടുകളിലും സിമെന്റ് ഇട്ട് മതില് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ വെള്ളം ഒഴുകി പുറത്തേക്ക് വരുന്നു. പണ്ട് ഈ തണ്ണീർത്തട സംരക്ഷണ നിയമമൊക്കെ വന്നതുകൊണ്ട് അതിന് മുമ്പ് പണ്ട് വയലുകളിലൊക്കെ ഈ വെള്ളം കടന്ന് അവിടെ കിടന്നങ്ങ് പറ്റുമായിരുന്നു. കുറേശ്ശെയൊക്കെ, എല്ലാം ഒഴുകി പോകത്തില്ല. നെൽപ്പാടങ്ങളിലൊക്കെ വെള്ളം അവിടെ കെട്ടിക്കിടക്കുമായിരുന്നു. ഇപ്പൊ അതിനുള്ള സാഹചര്യമില്ല. ഇപ്പൊ ഇവിടെ കണ്ടോ, എല്ലായിടത്തുനിന്നും വെള്ളം ഈ പൊസിഷനിൽ വരും. ഈ പൊസിഷനിൽ വന്നിട്ട് ഈ ഓടയിലൂടെ പോകുന്നത്. അപ്പൊ കേന്ദ്രീകരിക്കപ്പെടും ഇതെല്ലാം കൂടെ. എന്നിട്ട് ഇത് താഴത്തെ വയലിൽ ചെല്ലും, പുലമൺ തോടിന്റെ അവിടെ ചെല്ലും. ഇവിടെ തൊട്ടടുത്തല്ലേ പുലമൺ തോട്. അപ്പം ഇതെല്ലാം ഇടിച്ചു പറിച്ച് അത് ഇറങ്ങിപ്പോകുന്നു. അത്രമാത്രം വെള്ളം ചെന്ന് കയറുക. ഇവിടെ എല്ലാം ഉള്ള ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടില്ലാതെ എല്ലാം മതിലാ. നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം ഇത് ആലോചിച്ച് നോക്കണം. ഇവിടുന്നെല്ലാം ഞങ്ങളുടെ തൃക്കണമംഗൽ പ്രദേശത്തുനിന്ന്, ഇവിടെ തൃക്കണമംഗൽ ജംഗ്ഷൻ പ്രദേശത്തു നിന്നുള്ളത് നമ്മൾ താഴോട്ട് നെല്ലിക്കുന്നു ആ സൈഡിലോട്ടൊക്കെ പോവാം. പക്ഷേ ഈ സൈഡുള്ളത് മൊത്തം കൊട്ടാരക്കരയിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ കിഴക്കേ തെരുവ് തൊട്ടുള്ള താഴോട്ട് വരുന്നതും കൊട്ടാരക്കരയിലേക്കാണ് വരുന്നത്. സദാനന്ദപുരത്തു നിന്നും താഴോട്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥലം കൊട്ടാരക്കര പുലമൺ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ താണം. അപ്പൊ നമുക്കിതിനെ ഓർത്ത് വ്യാകുലപ്പെട്ടിട്ട് വലിയ കാര്യമില്ല. വാളകത്ത് സംഭവിക്കുന്ന അതാ. വാളകത്ത് എന്ന് പറഞ്ഞാൽ താണു കിടക്കുന്ന സ്ഥലം. അപ്പൊ ഈ താണു കിടക്കുന്ന, നമ്മളൊരു റോഡ് നിർമ്മിക്കുമ്പോൾ കുന്നിന്റെയും മലയുടെയും മുകളിൽ കൂടെ ആണ് റോഡ് നിർമ്മിക്കുന്നത്. അല്ല, റോഡ് പരന്ന സ്ഥലത്തൂടെ പോകുന്നത്. അപ്പൊ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം MC റോഡ് പോലെയുള്ള MC റോഡ് പോലെയുള്ള ഇതാ മോനെ തളർന്നു പോകും. കുഞ്ഞന്തി അപ്പൊ വേറെ കൂടുതലായിട്ട് പോയിന്റ്സ് ഒന്നും പറയാനില്ല. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുക, നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത്, ഇനിയിപ്പോ ഇവിടെ ഒരു സമരത്തിന്റെ ആവശ്യമാണ്. കോൺഗ്രസ് വളരെ ശക്തമായ രീതിയിൽ തീരുമാനമെടുക്കണം. ദീർഘകാല മാസ്റ്റർ പ്ലാൻ ആണ് വേണ്ടത്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ദീർഘകാല മാസ്റ്റർ പ്ലാൻ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് വേണം. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നിങ്ങൾ തോടുകളിൽ നിന്നും മണൽ വാരണം. ഇനിയിപ്പോ ഞങ്ങൾ 10-15 വർഷം പാറക്കാരെ സഹായിച്ചില്ലയോ? ഇനിയിപ്പം അതങ്ങ് നിർത്തുക. ഈ പറയുന്ന പാറ ഇതുപോലെ, പാറയുടെ ഒരു പൊടി തരി പോലും മനസ്സിലാവുന്നു ഇല്ലാതെ വിൽക്കാൻ വേണ്ടി എമാരി പണി ചെയ്യുന്നത്. പണ്ട് മെറ്റലായിട്ട് മാത്രമേ അടിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ചെറിയ മെറ്റലിന്റെ ചെറിയ പൊടി വരുമായിരുന്നു. ആ പൊടി വരെ എമാരെടുത്ത് ഇപ്പൊ പി സാൻഡ് ആക്കി, ഇച്ചിരൂടെ ചെറുതാണ്ട് എം സാൻഡ് ആക്കി. ഐഡിയ കിട്ടിയ? ഞാനിത് പറയുമ്പോൾ ചിലർ എന്നെ കല്ലെറിയും. എറിഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവുന്നു. പിന്നെ കാലാവസ്ഥയിൽ ഉണ്ടായ വ്യതിയാനം വലിയൊരു പ്രശ്നമാണ്. ഒഴുക്കപ്പെട്ടു വരുന്ന മഴയെന്ന് പറയുന്നത് വളരെ ശക്തമായ മഴയാണ്. അപ്പൊ ഇത് ഹായ് മൈ ഡിയർ അച്ചായ പാസ്റ്റർ,
കണ്ടോണ്ടിരിക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി മുട്ടയും പാലും മേടിക്കുന്നുണ്ട്, ഞങ്ങൾ സംഭവം നിർത്താം. അല്ല, ഞാൻ പറഞ്ഞു നമ്മുടെ വഴിയിൽ എവിടാണ് ഒരു മതിലില്ലാത്ത സ്ഥലം? ഇവിടെ മതിലില്ല, പക്ഷെ ഈ വീടിനകത്തോട്ടേ കയറി വെള്ളം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇതുമില്ല, ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ തന്തയ്ക്ക് വിളിക്കും, നിന്റെ വീട്ടിൽ മതിലില്ലോടാ എന്ന് ചോദിക്കും. നമ്മുടെ വീട്ടിൽ മതിലുണ്ട്. നമ്മൾ ഇവിടെ കയറും. ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ പപ്പ മരിച്ചല്ലോ എനിക്ക് വയ്യ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. നല്ലൊരു ദിവസം. ഇത്രയും സമയമായോ?